അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. മാവൂരിലൊരു ഫയർ സ്റ്റേഷൻ മാർച്ച് മാസം 5-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുക. ആ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ നമ്മുടെ കുന്നമംഗലം നിയോജകമണ്ഡലം MLAക്കോ പങ്കൊന്നുമില്ലാത്ത വിധത്തിൽ ചിത്രീകരിക്കുന്ന പല ചർച്ചയും അതുപോലെ പല പത്രസമ്മേളനങ്ങളും ഓൺലൈൻ മീഡിയകളിലൂടെയുള്ള ചില സന്ദേശങ്ങളുമൊക്കെ മനസ്സിലാക്കിയതിന് കൂടി പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു നിങ്ങളെല്ലാം വിളിച്ച് ഈ കാര്യം പറയണം എന്ന് തോന്നിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ മാവൂർ ഫയർ സ്റ്റേഷനെ വരാതിരിക്കാനും ഇത് വൈകാനും ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് മാവൂർ എന്നുള്ളത് ഏലൂർ എന്നായി മാറി എന്നതാണ് 3 വർഷം ഇത് വൈകാൻ ഇടയാക്കിയത് എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന വസ്തുതയുമായി പുലബന്ധമില്ലാത്ത ഒരു വാദം പലരും ഉന്നയിക്കുകയാണ്. ഏലൂർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വ്യാവസായിക മേഖലയാണ്. അവിടെ 2011 ഫയർ സ്റ്റേഷൻ ഉണ്ട്. വ്യാവസായിക മേഖലയിൽ നമുക്കറിയാലോ, മാവൂർ ഗോളിയാറൻസ് ഉണ്ടായ സമയത്ത് ആ ഗോളിയാറൻസിൻ്റെ ഉള്ളിൽ ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവൂർ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെയും അത്യാഹിതം വരുന്ന സമയത്ത് അവരെ ഉപയോഗപ്പെടുത്തിയ ചെയ്യൽ എന്ന് പറഞ്ഞാൽ വ്യാവസായികമായി മുന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഫയർ സ്റ്റേഷൻ ആ കാലത്തേ ഉണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. എറണാകുളം ജില്ലയിലെ ഏലൂരിൽ 2017 അത് പുതുക്കി പണിതു. 2017 അത് പുതുക്കി പണിതു, പുതിയ കെട്ടിടമുണ്ടാക്കി അതിലേക്ക് മാറ്റി. അപ്പോൾ ആ ഏലൂരും മാവൂരുമായി മാറി എന്ന് പറയുന്നത് ഒരു ബന്ധവുമില്ലാതെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ലാഗ് ചെയ്ത് പോവുക, അങ്ങനെ നീണ്ടുപോകുന്നതുമായ ഒരു പ്രശ്നവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല. എന്താ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ 2019 തത്വത്തിൽ ഇതിന് അംഗീകാരം വരുന്നത്. 2017 പുതുക്കി പണിത് ഞാൻ നേരത്തെ പറഞ്ഞ 3/5/2019 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നമ്പർ, വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി, തീരുമാനം നമ്പർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ F1/16/583/2016 എന്ന് പറയുന്ന ഒരു ഉത്തരവിൻ്റെ പിൻബലത്തിൽ 2019 മെയ് മാസം 3-ാം തീയതി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 31 പവർ നമ്മളെ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് സ്ഥലം വേണമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടത്. സ്ഥലം ഏറ്റെടുത്ത് നൽകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്ഥലം ഏറ്റെടുത്ത് അതിന് കൊടുക്കുന്ന സ്ഥിതിയാണ് എല്ലാ സ്ഥലത്തുള്ളത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുന്നമംഗലം നിയോജകമണ്ഡലത്തിലെ MLA അഡ്വക്കേറ്റ് PT റഹീം ആയതിനു ശേഷം ഇവിടേക്ക് അനുവദിച്ചിട്ടുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മറ്റൊന്ന് ഗവൺമെൻറ് ITI തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ MLA വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ച് പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് പ്രസിഡന്റ് സ്ഥലം ഏറ്റെടുത്ത് തരും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിയിരുന്ന ആ സമയത്ത് ചാത്തമംഗലം പഞ്ചായത്തിലെ അന്നത്തെ പ്രസിഡന്റ് KE രാജഗോപാലൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു തരാം. അങ്ങനെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഗവൺമെൻറ് സ്ഥാപനം തുടങ്ങുന്നതിന് ഏൽപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടോൽ താഴത്ത് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ITI ഇതുപോലെ ചാത്തമംഗലം പഞ്ചായത്തിലെ KE രാജഗോപാലൻ പഞ്ചായത്ത് ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്. മാവൂർ പഞ്ചായത്തിനോടും പറഞ്ഞു, ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ. മാവൂർ പഞ്ചായത്തിനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ന്യായമായ വശം എന്നുള്ളത് നമുക്ക് തോന്നും. കാരണം മാവൂർ പഞ്ചായത്തിൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാം. എങ്ങനെയാണ് പണമില്ലാതെ?
പണമുണ്ടാക്കാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ത്രിതല പഞ്ചായത്തുകൾക്ക് 40% ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലം മുതൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വേറൊരു ചിത്രം ഉണ്ടല്ലോ. തൊട്ടപ്പുറത്ത് വളയന്നൂർ സ്കൂൾ, മാവൂർ പഞ്ചായത്തിലെ വളയന്നൂർ സ്കൂളിൽ അവിടെ കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഓട് മേഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു വളയന്നൂർ സ്കൂൾ. ആ വളയന്നൂർ LP സ്കൂളിൻ്റെ ഉത്തരം മുറിഞ്ഞ് കുട്ടിയുടെ തലയ്ക്ക് പരിക്ക് പറ്റി. അന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ആ സമയത്ത് ജനകീയ ആസൂത്രണം ആരംഭിച്ച കാലഘട്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ വളയന്നൂർ LP സ്കൂളിൻ്റെ കെട്ടിടം മാറ്റി സ്ഥാപിക്കണം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥ, സാധാരണഗതിയിൽ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗവർണറുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അങ്ങനെ ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് സ്ഥലം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്താണ് ഇന്നത്തെ വളയന്നൂർ ഗവൺമെൻറ് LP സ്കൂൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതുപോലെ മണക്കാട് ഗവൺമെൻറ് LP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തതിൻ്റെ ഭാഗമായാണ് മണക്കാട് ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ ഇന്ന് അപ്പർ പ്രൈമറി ആയി പ്രവർത്തിക്കുന്നത്. മാവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ STU ആഫീസിലും CITU ആഫീസിലും അതുപോലെ തൊഴിലാളി സംഘടനകളുടെ ആഫീസിലും ആണ് അന്ന് പഠനം നടത്തിയിരുന്നത്. മാവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂൾ. ആ കാലത്ത് ഹൈസ്കൂളാണ്. ആ ഹൈസ്കൂൾ അങ്ങനെ പ്രവർത്തനം നടത്തിയ സമയത്ത് ഇടതുപക്ഷം മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സമയത്താണ് മേച്ചേരിക്കുന്നിൽ 5 ഏക്കറിൽ കൂടുതലുള്ള സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് ഗവർണർ പേരിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായാണ് അന്ന് ആ സ്കൂൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഞാനിതൊക്കെ പറയാൻ കാരണം പഞ്ചായത്താണ് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. മാവൂരിൽ അനുവദിച്ച ഫയർ സ്റ്റേഷൻ എന്തുകൊണ്ട് പഞ്ചായത്തിന് ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അവസാനം ഈ മാവൂർ ഗോളിയോർ അയൺസിൻ്റെ സ്ഥലം നമ്മുടെ സബ് സെൻറ്ററിന് വേണ്ടി കൊടുത്തിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനടുത്ത് അവിടെ മെറ്റീരിയൽ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു സംഭരണം അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് സബ് സെൻറ്റർ പ്രവർത്തിക്കുന്നു. അതിന് തൊട്ടപ്പുറത്താണ് ഇപ്പോൾ നമ്മുടെ താൽക്കാലികമായ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. യെസ്, ആയിക്കോട്ടെ, സ്ഥലപരിമിതിയുണ്ട്, അതിന് സംഗതികളുണ്ട്. എന്നാൽ അങ്ങനെ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ ഇവിടുത്തെ പഞ്ചായത്തിന് സാധിച്ചോ? ആരാത് ഏറ്റെടുത്ത് നടത്തി? നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ വ്യാപാരി വ്യവസായികൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ആ സ്ഥലം വിട്ടു നൽകുകയാണെങ്കിൽ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായികൾ മുന്നോട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ നിലയിലെങ്കിലും നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. തുടർന്ന് നമ്മുടെ MLA 40 ലക്ഷത്തിനടുത്ത് ഫണ്ടാണ് അനുവദിച്ചത്. 2021-22 20 ലക്ഷവും 2022-23 10 ലക്ഷവും 2024-25 6 ലക്ഷവും MLA ഫണ്ടിൽ നൽകി, ആസ്തി വികസന ഫണ്ടിൽ നൽകിയിട്ടാണ് ഇന്ന് ആ കെട്ടിടം ആ നിലയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ MLA ഒന്നുമല്ല, ഇതൊക്കെ ഞങ്ങളാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞ് ചാമ്പ്യന്മാരായി വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനും കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം അങ്ങനെ ഇന്ന് ഈ പ്രവർത്തനം എല്ലാം പൂർത്തീകരിച്ച് എല്ലാ നിലയിലും പൂർത്തീകരിച്ച് താൽക്കാലികമായി ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഫണ്ട് അനുവദിച്ചതും അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം ഈ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുപോലെ 18/2/2021 GO MS നമ്പർ 5/2021 ആഭ്യന്തരം സ്ഥല സൗകര്യം ലഭ്യമാക്കിയ 5 ഇടങ്ങളിൽ മാവൂരിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേക പരാമർശത്തിലൂടെ മാവൂരിനെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ MLAയും കൂടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായാണ് ആ 5-ൽ നമുക്ക് ഇടം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അന്ന് മാവൂരിൽ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 16/12/1965 443/37/65 ആരോഗ്യവും തൊഴിലും വകുപ്പ് ഉത്തരവ് പ്രകാരം ഗോളിയോർ അയൺസ് കമ്പനി ഹെൽത്ത് സബ് സെൻറ്റർ തുടങ്ങാൻ സർക്കാരിന് വിട്ടു നൽകിയ സ്ഥലത്ത് MLA ഫണ്ടിൽ നിന്നാണ് ഈ പണം ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 4 ഫയർ സ്റ്റേഷനുകൾ
ഇതിൻ്റെ ഭാഗമായി 31-ൽ 4 എണ്ണം ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആ തുടങ്ങാൻ വേണ്ടി 4 എണ്ണം തീരുമാനിച്ചപ്പോൾ അതിൽ 1 മാവൂരിൻ്റെതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ 4ലെയും കൂടി 11 തസ്തികകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 11 തസ്തികകൾ. എന്നാൽ മാവൂരിന് മാത്രം, ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സെന്ററിന് മാത്രം, അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഇതിന് പണം മുടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിനെയും കൂടി ശക്തമായ ഇടപെടലിനും കൂടി പശ്ചാത്തലത്തിൽ മാവൂരിൽ 18 തസ്തികകളാണ് സൃഷ്ടിച്ചത്. ആകെ 4 എണ്ണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ 3 എണ്ണത്തിനും കൂടി കിട്ടുന്നത് 11, നമുക്ക് 1-ന് മാത്രം 18 തസ്തികകൾ. ഇതൊന്നും വിസ്മരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ 18 തസ്തികകളോട് കൂടി നമ്മുടെ മാവൂരിലെ ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ അവിടെ തീരുന്നുണ്ടോ? അവിടെയും തീരുന്നില്ല. ഇത് MLAയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ അനാസ്ഥയുടെ ഭാഗമാണ്. ഇതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ സംവിധാനം ഉണ്ടാക്കി, അതിന് കെട്ടിടമുണ്ടാക്കി, അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിന് നമ്പർ കൊടുക്കണ്ടേ? ആരാ കൊടുക്കണ്ടേ? തദ്ദേശ സ്വയംഭരണ സ്ഥാനം മാവൂർ ഗ്രാമപഞ്ചായത്താണ് കൊടുക്കേണ്ടത്. എന്നാ കൊടുക്കുന്നത്? 16/1/2026 ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഈ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് ആവശ്യമായ മറ്റ് സർട്ടിഫിക്കറ്റുകളും 16/1/2026 കൊടുത്തത്. ഈ ജനുവരി മാസം 16-ാം തീയതി ഒരു അമാന്തവുമില്ലാതെ 33-ാം ദിവസമാണ് ഇതിന്റെ തീരുമാനം വരുന്നത്. 33-ാം ദിവസം ഇത് കൊടുത്ത് കൃത്യമായി 33 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് ഇതിന് 18 തസ്തിക സൃഷ്ടിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ഈ നമ്മുടെ കുന്നംകുളം നിയോജകമണ്ഡലം MLA ഈ പ്രത്യേകം താല്പര്യമെടുത്ത് അത് നമ്മുടെ ധനകാര്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഇത്ര വേഗം നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടിയ ഉടനെ ഗവൺമെൻറ് അതിൽ ഇടപെട്ടു. ആ ഇടപെട്ട് അത് പൂർത്തീകരണത്തിനും അത് ഉദ്ഘാടനത്തിനും വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മാവൂർ പഞ്ചായത്തിൽ, ഈ കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നമ്മുടെ MLA നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ സിംഹഭാഗവും മാവൂർ പഞ്ചായത്തിലാണ്. എടുത്തു നോക്കിയാൽ ഇപ്പം തന്നെ 71 കോടി രൂപയുടെ പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുക. വിവിധങ്ങളായ റോഡുകൾ. ഒന്ന് ചാത്തമംഗലം തെങ്ങിലക്കടവ് റോഡ് 19 കോടി, നായർകുഴി കുറ്റിക്കടവ് ചെട്ടിക്കടവ് റോഡ് 20 കോടി, കുറ്റിക്കാട്ടൂർ മുണ്ടുപാലം റോഡ് 7 കോടി, മാവൂർ മെഡിക്കൽ കോളേജ് റോഡ് 23 കോടി, കാരന്തൂർ പാറക്കടവ് റോഡ് 2 കോടി. അങ്ങനെ 71 കോടി രൂപയുടെ പ്രവൃത്തി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടത്തുന്നതിന് വേണ്ടി ചെറുപ്പയിൽ നിന്ന് പാറമൽ വരെയുള്ള ആ ഭാഗത്ത് 2 ഭാഗം റോഡ് വീതി കൂട്ടി 20 മീറ്റർ വീതിയിൽ 15 മീറ്റർ ടാറിങ്ങിൽ ആ സംഗതി തുടങ്ങുന്നതിനാവശ്യമായ സംവിധാനം, അതിൻ്റെ എസ്റ്റിമേറ്റ്, അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ AS-ഉം TS-ഉം ആക്കി അത് ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ പ്രവർത്തനം കൂടി നടത്തുകയാണ്. ഇത് എടുത്തു പറയാൻ കാരണം ഈ പറഞ്ഞതിൻ്റെ സിംഹഭാഗവും അതിൻ്റെ ഗുണഭോക്താക്കൾ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പം അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെൻറ്റും നമ്മുടെ MLAയും എത്രമാത്രം താല്പര്യമെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ള വസ്തുത ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഫയർ സ്റ്റേഷൻ്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഈ വാർത്താ സമ്മേളനം ഇവിടെ നടത്തുന്നത്. ഈ ഫയർ സ്റ്റേഷൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1-2 വിഷയങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, 16/6/2016 മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ ഭരണമെന്നുള്ള ഒരു ആശയം മുന്നോട്ട് വന്നത്. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ 16/6/2016 അനീഫയുടെ പെയിൻറ്റ് കട കത്തുന്നത്. കൃത്യമായിട്ട് നമുക്ക് രേഖയുണ്ട്. അത് മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജൂൺ മാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് 2016 ഇവിടെ ഭരണം നടത്തുന്നത്. ആ സമയത്താണ് ഈ ഫയർ സ്റ്റേഷൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഈ മാവൂരിൽ ഒരു സന്ദർശനം നടത്തുകയും ആ പെയിൻറ്റ് കടയുടെ കത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന സമയത്താണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അതിൽ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാവരും മുന്നോട്ട് നിന്ന്
അതിന് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ വരണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുന്നോട്ട് വെക്കുകയും അങ്ങനെ 2019 ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇവിടെ പറഞ്ഞു മാവൂരിൽ ഫയർ സ്റ്റേഷൻ മാവൂരിലല്ല ഏലൂരിലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താ? 2011 ഏലൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയും താൽക്കാലിക ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയും 2011 അനുവദിച്ച് 2017 പുതിയ കെട്ടിടത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാവൂരും ഏലൂരും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് 2016 ജൂൺ മാസം 16-ാം തീയതി മാവൂരിൽ ഒരു പെയിന്റ് കട കത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമാണല്ലോ ഈ ചർച്ച നടക്കുന്നത്. അതിന് മുമ്പേ ഈ ചർച്ചയേ ഇല്ല. ഇവിടെ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണല്ലോ. 2016 ജൂൺ മാസം 16-ാം തീയതിയാണ് ആ പെയിന്റ് കട ഹനീഫയുടെ പെയിന്റ് കട കത്തുന്നത്. അന്നാണ് ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ചർച്ച നടക്കുന്നത്. 2019 മാവൂരിലേക്ക് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ചു ഗവൺമെൻറ്. രേഖകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടും. നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇയാൾ പറയുന്ന പോലെ ഇയാളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയല്ല, എന്നാലും പറയാതിരിക്കാതെ നമുക്ക് നിർവാഹമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു യോഗത്തിൽ പറഞ്ഞാൽ എന്താ അറിയോ, 10 വർഷമായിട്ട് ഈ MLAയുടെ പിന്നാലെ ഞങ്ങൾ നടക്കുക ഒരു ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ട്. എന്ത് പണിയാണ് ഇവർ ചെയ്ത്? അത് നമ്മൾ ഗൗരവമായി പരിശോധിക്കണ്ടേ? ഒരു MLA, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒന്ന് രേഖയെടുത്ത് പരിശോധിക്കണം. കേരളത്തിൽ 5 ഫയർ സ്റ്റേഷൻ ഇപ്പോൾ താൽക്കാലികമായി 5 ഫയർ സ്റ്റേഷൻ നമുക്ക് അനുവദിച്ചു. ഈ 5 ഫയർ സ്റ്റേഷനിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഈ ഫയർ സ്റ്റേഷന് മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് 40 ലക്ഷം അനുവദിച്ചിട്ടുള്ളൂ. മറ്റ് എവിടെയും അനുവദിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിക്കണോ? രണ്ടാമത്തത്, ഈ 18 തസ്തിക മാവൂരിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിൽ പറയുന്നത്? ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്ത് ഗുണ? 2016 മെയ് മുതൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. പിന്നെ എങ്ങനെ ഇവർ കൊണ്ടുവന്ന് പറയാം? ഇവിടെ മുന്നിൽ നമുക്ക് തെളിവുകളില്ലേ? രണ്ടാമത്തത്, ഈ ഫയർ സ്റ്റേഷൻ ഇവിടുന്ന് പോലിയിരുന്നു. സത്യത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ പൈസ അടച്ചില്ലെങ്കിൽ, ഏറ്റവും അവസാന നിമിഷം ഈ പൈസ അടച്ചില്ലെങ്കിൽ ഈ ഫയർ സ്റ്റേഷൻ ഇവിടുന്ന് പോലിയിരുന്നു. ഇവരെന്താ ചെയ്ത്? നമ്മൾ പരിശോധിക്കേണ്ട. നിങ്ങളൊക്കെ മാധ്യമം പുറത്തേക്ക് നിങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണത്. നമുക്ക് ഒരു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കിട്ടി ഈ മാവൂരിലേക്ക്. അതെന്നാ കിട്ടി? അത് സഖാവ് പറഞ്ഞിട്ടുണ്ട്. അത് ITI. ഇതെല്ലാം ഇതുപോലെ തന്നെ ഈ ഫയർ സ്റ്റേഷൻ ഇവിടുന്ന് പോകില്ലെന്നോ? ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? ഇതിനെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ഞങ്ങൾ ഇതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2016 പ്രകടന പത്രിക നിങ്ങളെടുത്ത് പരിശോധിക്കണം. നിങ്ങൾക്ക് ഞങ്ങൾ തരാം. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അതിൽ പറഞ്ഞിട്ടുണ്ട് മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഫയർ സ്റ്റേഷൻ വരാനുള്ള കാരണവും അത് നേരം വൈകാനുള്ള കാരണങ്ങളൊക്കെ AC മെമ്പറായിട്ടുള്ള സുരേഷും ലോക്കൽ സെക്രട്ടറി സുനിയും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് അടുത്ത മാസം 5-ാം തീയതി നടക്കുന്ന 3:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുഴുവൻ നാട്ടുകാരും നിങ്ങളെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി പ്രൗരഗംഭീരമാക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായം, നാട്ടുകാരുടെ സഹായങ്ങളും നമുക്ക് ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുക. അത് Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. Forwish mattress for healthy sleep.